ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 8ാം ദിവസവും തുടരും. കരയിൽ ലോറിയില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. പുഴയിൽ നിന്ന് ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ച് പരിശോധന തുടരാനാണ് തീരുമാനം. വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, ഏറെ പ്രതീക്ഷയോടെയാണ് അർജുനായിട്ടുള്ള കാത്തിരിപ്പ് 8ാം ദിവസവും തുടരുന്നത്. കരയിൽ ലോറിയില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു തിരച്ചിൽ പുരോഗമിക്കുക? കൂടാതെ തന്നെ ഈ ഒരു സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? വൃന്ദ, 8ാം ദിവസം തുടങ്ങുമ്പോൾ പ്രതീക്ഷയും ശുഭപ്രതീക്ഷയും ഒക്കെ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ കഴിഞ്ഞ 7 ദിവസമായി നമ്മൾ ആവർത്തിക്കുന്ന ഒരു ചോദ്യം, അർജുൻ എവിടെയാണ്, അർജുൻ്റെ വാഹനം എവിടെയാണ് എന്നുള്ള ചോദ്യം വലിയ ഒരു ആശങ്കയായി മാറുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ശിരൂരിലെ മേഖലയിലുണ്ട്. അതിൽ പ്രധാനമായും ഇന്നലെ അടക്കം പ്രതീക്ഷയുണ്ടായിരുന്നത് ഈ കരഭാഗത്ത് തന്നെയായിരുന്നു കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷേ ഇന്നലെ അത്യാധുനിക റഡാർ അടക്കം ഉപയോഗിച്ചുകൊണ്ട്, ഡീപ് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു 2 സിഗ്നൽ കരപ്രദേശത്ത് നിന്ന് കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയും പ്രതീക്ഷ കൈവിടുന്ന, അല്ലെങ്കിൽ വ്യക്തമായ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ആണ് കടന്നുപോയത്. ശേഷം സൈന്യം സ്ഥിരീകരിക്കുന്നത് കരഭാഗത്ത് ലോറി ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. 98% മണ്ണ് കരഭാഗത്ത് നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ബാക്കിയുള്ളത് ചെറിയ ചെറിയ മൺകൂനകൾ മാത്രമാണ്. ഇനി പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ ഇനി മണ്ണെടുക്കുന്നതോ അല്ലെങ്കിൽ വലിയ യന്ത്രഭാഗങ്ങളോ JCBയും ഹിറ്റാച്ചിയും പോലുള്ള ഈ മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങളടക്കം ഉപയോഗിക്കുന്നത് അവിടെ കൂടുതൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി മണ്ണ് മാറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരും തെരച്ചിൽ സേനയും ഒക്കെ വ്യക്തമാക്കുന്നത്. അതിൽ ഇനി ലോറി കരഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം സൈന്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. കാരണം ഇത് 30 അടി നീളമുള്ള 40 ടണ്ണിലധികം മരത്തടി കയറ്റി വരുന്ന വാഹനമാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ വാഹനം ഉണ്ടെങ്കിൽ അത് എത്ര താഴ്ന്നു പോയി ചളിയിൽ പതിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു അവശിഷ്ടമെങ്കിലും കാണേണ്ടതുണ്ട്. പക്ഷേ അത് കണ്ടുകിട്ടിയില്ല. അതുകൊണ്ട് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്, ഇനി പ്രതീക്ഷ വെക്കുന്നത് ഗംഗാവാലി നദിയിൽ തന്നെയാണ്. ഇനി മുഴുവനായും നദിയിലേക്ക് ഈ ഒരു പരിശോധന തുടരാനാണ് ഈ ദൗത്യ സംഘം ലക്ഷ്യം വയ്ക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഗംഗാവാലി നദിയിലെ പരിശോധന തിരച്ചിൽ സ്കൂബ ടീം അംഗങ്ങളും നേവിയും NDRFും ചേർന്ന് നടത്തും. ഇതിൽ ആർമിക്ക് നദിയിലെ ഒരു പരിശോധനയിൽ വലിയൊരു പങ്ക് വഹിക്കാനില്ല, അല്ലെങ്കിൽ വലുതായി ഒന്നും ചെയ്യാനില്ല. മറിച്ച് NDRFും സ്കൂബ സംഘങ്ങളും അടക്കമായിരിക്കും നദിയിൽ പരിശോധന നടത്തുന്നുണ്ടാവുക. പക്ഷേ ആർമി പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതായത് സമാന്തരമായി വീണ്ടും കരയിൽ ഒരു തെരച്ചിൽ നടത്താനുള്ള നടപടിക്രമങ്ങളാണ് ആർമി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഗംഗാവാലി നദിയിൽ തന്നെയായിരിക്കും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വലിയ കുന്ന് തന്നെ ഗംഗാവാലി നദിയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവിടെയും ഈ പരിശോധന നടത്തണമെങ്കിൽ അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അത് ഇതുവരെ ആരുടെയും ഈ രക്ഷാസേനയുടെ കയ്യിലില്ല ഇതുവരെ എന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം 8ാം ദിവസത്തിലേക്കാണ് കിടക്കുന്നത്. ഒരു മനുഷ്യജീവന് വേണ്ടി, ഒന്നല്ല പേരറിയാത്ത നിരവധി കന്നഡികർ ഈ ഒരു മണ്ണിനടിയിൽ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒട്ടനവധി പേർക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ ദ്രുതഗതിയിൽ നടക്കുമ്പോഴും ഇപ്പോഴും അത്ര അത്യാധുനിക സംവിധാനങ്ങൾ ആർമിയുടെ കയ്യിലോ അല്ലെങ്കിൽ തെരച്ചിൽ സംഘത്തിൻ്റെ കയ്യിലോ ഇല്ല എന്ന് പറയുന്നത് നിരാശാജനകം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു നദിയിലേക്ക് ഡീപ് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നു. അതിൽ ഇപ്പോൾ ഒരു സിഗ്നൽ, ഇന്നലെ രാത്രിയിൽ ഒരു സിഗ്നൽ ലഭിച്ചത് ഈ കരയിൽ നിന്ന് 40 മീറ്റർ മാറി ഒരു പുഴ ഭാഗത്ത് ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു കരയിൽ നിന്ന് 40 മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പോൾ പണ്ട് അത് ഈ ഒരു പുഴയുടെ ഭാഗം തന്നെ ആയിട്ടുണ്ടാകാം, മണ്ണ് വന്ന് അടിഞ്ഞതാകാം. അവിടെയാണ് ഇപ്പോൾ ദ്രുതഗതിയിലുള്ള ഒരു പരിശോധന നടത്താൻ വേണ്ടി സൈന്യം, NDRFും നേവി അടക്കമുള്ളവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത ഇന്ന് രാവിലെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിരാശ കൃത്യമായിട്ട് അവരുടെ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട്. 8ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അർജുൻ്റെ സഹോദരി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുൻ അതിജീവിക്കാൻ കഴിവുള്ളവനാണ്, അർജുൻ തിരിച്ചു വരുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി അടക്കമുള്ള അവരുടെ വാക്കുകളിൽ നിരാശ വ്യക്തമാകുന്നുണ്ട്. അത് ഇനി അർജുൻ ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർക്ക് വലിയ സംശയമുണ്ട്. അവർക്ക് ഉത്തരം വേണ്ടത്, അതായത് എവിടെയാണ് അർജുൻ? ഇത്ര വലിയ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ
ഒരു ജീവനറ്റ ശരീരമായെങ്കിലും അവരെ തിരിച്ച് കണ്ടെത്തേണ്ടത് തിരച്ചിൽ സേനയുടെ ദുരന്ത നിവാരണ സേനയുടെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് നിറവേറ്റാൻ വേണ്ടി അത് എത്രത്തോളം ദ്രുതഗതിയിൽ ആ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സംശയമാണ്. എന്തായാലും ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് ഈ നദിയിലേക്ക് കൂടി ഈ ഒരു പരിശോധന കേന്ദ്രീകരിക്കുമ്പോൾ ഗംഗാവാലി നദി കരകവിഞ്ഞൊഴുകുന്ന കലങ്ങി ഒഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടാതെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണയും ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഈ ഒരു പരിശോധന നദിയിലുണ്ടായിരുന്നു. ഈ നദിയിലുണ്ടായിരുന്നപ്പോഴും ഒരു തെളിവ് പോലും, അതായത് മരത്തടി കയറ്റി വന്നിരുന്നൊരു വാഹനമായതുകൊണ്ട് സ്വാഭാവികമായും അത്രയേറെ ആഘാതത്തിൽ ഈ ഒരു നദിയിലേക്ക് വാഹനം പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തടിയുടെ കെട്ടുപൊട്ടി മരം ഈ ജലാശയത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്, ആ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതുപോലും കാണാനില്ല എന്നുള്ള കാര്യം വേറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ എവിടെയാണ് എന്നുള്ള കാര്യം വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ ശക്തമായ മഴ പ്രദേശത്ത് പെയ്യുകയാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. അത് നദിയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വെല്ലുവിളിയാകുകയാണ്. മാത്രമല്ല അവിടെ മണ്ണിടിച്ചൽ സാധ്യതയും കൂടുതലായുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, ഇന്നൊരു ദിവസം 8ാം ദിവസം എന്ന് പറയുന്നത് നെഞ്ചിടിപ്പുണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം ഏതെങ്കിലും തരത്തിലുള്ളൊരു ശുഭവാർത്ത ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം. കൂടാതെ ISROയുടെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു കഴിഞ്ഞു. അതിലും ഈ ഒരു ദുരന്തം ഉണ്ടാകുന്ന ഒരു സമയത്തെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഇനി എവിടെയാണ് അർജുൻ പാർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്താൻ വേണ്ടി, നേരത്തെ ദൃക്സാക്ഷികളടക്കം ഇതിലൊരു കണ്ടിരുന്നു എന്നുള്ള ഒരു മൊഴികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി ISRO ചിത്രങ്ങളോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും മുക്കത്തു നിന്നും ബാലുശ്ശേരിയിൽ നിന്നും അടക്കമുള്ള മലയാളി ദൗത്യ സംഘവും രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവരും NDRFും SDRFും അടക്കമുള്ളവർ ഇന്നും പരിശോധന തുടരുകയാണ്. അതിൽ ഇനി ആർമിക്ക് എന്തെങ്കിലും കാര്യമായി ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. പക്ഷേ ആർമി അവിടെ നിന്ന് പിൻവാങ്ങുന്നില്ല. നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതെങ്കിലും തരത്തിലൊരു ശുഭവാർത്ത അർജുനെ കണ്ടെത്തും, അർജുൻ ജീവനോടെ തന്നെ അതിജീവിക്കും. ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് രാവിലെയും പ്രതീക്ഷിക്കുകയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്. പ്രദേശത്ത് മഴ തുടരുന്നത് തിരച്ചിലിന് ഒരു വെല്ലുവിളിയായി തന്നെ തുടരുന്നു. കരയിൽ ലോറിയില്ലെന്ന് സൈന്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പുഴയിൽ നിന്ന് ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ച് പരിശോധന തുടരാനാണ് ഇപ്പോൾ ആർമിയുടെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘ്ന മുരളി.